കൂടുതൽ പ്രശ്നത്തിനാണ് ഉദ്ദേശമെങ്കിൽ രോഗിയുടെ ആരോഗ്യനില നോക്കാതെ ഇവിടുന്ന് പറഞ്ഞു വിടേണ്ടി വരും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇയാളിന്ന് ഞാൻ ചന്തു വേണ്ട, വാ നമുക്ക് പോകാം. വൈദ്യര് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. പാതി ജീവനോടെയാ നമ്മുടെ വിനയനകത്ത് കിടക്കുന്നത്. ആ അരപ്രാണം കൂടി നമ്മുടെ എടുത്തിയാട്ടം കൊണ്ട് ഇല്ലാതാവരുത്. മോള് വാ, നമുക്ക് പോകാം. സാപ്പിട്ട് പോ. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു. ഇത്രയും ദിവസവും എന്നെ അടുക്കള കയറ്റാതെ വെച്ച് വിളമ്പിയതല്ലേ. ഇനിയിപ്പോ പോവാൻ നേരത്തും മല്ലി വെറുതെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു ബുദ്ധിമുട്ടും ഇല്ല. നീ ഇങ്ങിരുന്ന് പോകരുതാ. എനിക്ക് ரொம்ப வருத்தமா இருக்கு. ഇനിമേ ഞാൻ ഇങ്ങ ഒറ്റയ്ക്കുതാ ഇരിക്ക്. ഞാൻ ഇവിടുന്ന് പോയാലുവേ ഇവിടെ ചുറ്റുപാടുകളിലൊക്കെ ഉണ്ടാവും മല്ലി. അത് മാത്രമല്ല, നമുക്ക് കടയിൽ വെച്ചു ഇനി കാണാലോ. അതെനിക്ക് தெரியும். ആനാലും ഇങ്ങിരുന്ന് പഠിക്ക വെച്ച് സാപ്പിട്ട് ഏതാவது ഒന്ന് രണ്ട് പേസി അതുപോലെ വരാതെ വിസ്മയ. ഇനിമേ കണ്ടിപ്പാ ഉന്നെ മിസ് பண்ணுவேன். അതിപ്പോ എനിക്കും ആ മിസ്സിംഗ് ഉണ്ടാവും. ഈ റൂമ്, പുറത്തുനിന്നുള്ള കുട്ടികളുടെ കരച്ചില്, പിന്നെ എപ്പോഴും ഉപദേശിച്ച് കൂടെ ഇരുത്തി ഊട്ടുന്ന മല്ലി ഒക്കെ എനിക്ക് മിസ് ചെയ്യുന്നുള്ളത് ഉറപ്പാ. உனக்கு அந்த மாதிரி மிஸ்ஸிங் வராது. உங்க வீட்டுல நிறைய ஆள் இருக்கு. பாட்டி, அம்மா, ரோஹிணி எல்லாமே இருக்கு. ஆனா நான் இங்க ஒரே ஆளுதான். தனி இருந்தா தூக்கம் வராது, பசி வராது. அதுதான் என் பிரச்சனை. അതിന് ഇനി മുതൽ വിളിക്കണ്ടെന്ന് പറഞ്ഞു വെച്ച വെട്രിവേലിന്റെ കോള് വരില്ലേ? അതുപോരെ സമയം പോവാൻ. அது ஒன்னே ஒண்ணுதான் இனிமே எனக்கு லைஃப்ல சந்தோஷம். அந்த விட்டுപോയ எக்ஸாம் எழுதுறதுக்கு நீ கண்டிப்பா இங்க வரணும். வருமா? വരും, തീർച്ചയായും. உன் ஃப்ரெண்டு சந்து வந்துட்ட. ഇപ്പൊ അവത്താനേ ഉങ്ക ഓൾ ഇൻ ഓൾ. അതെ, അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ഏതാപത്തിലും അവനെ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് സഹായിക്കാൻ. തെരിയും തെരിയും. ആനാ എനിക്ക് തോന്നുന്ന ഒരു വിഷയം சொல்லட்டுமா? എന്താ? നിന്റെ ഉള്ളില് ഏതാവത് ഇരിക്കാന്ന് തെരിയല. ആനാ അന്ത ചന്തു ரொம்ப നല്ല പയ്യണ്ടി. ഉൻ വിഷയത്തിലേ അവന് ரொம்ப കെയർ. അതില്ലാതിരിക്കോ? അവനെ ചെറുപ്പം മുതലേ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ. എപ്പ വിളിച്ചാലും ഓടി വരും അവൻ. அதுக்கப்புறம் ஒன்னும் இருக்காதா? ஆனா எனக்கு தெரியும், உங்க கண்ணுல அவன் விஷயம் சொல்லுற டைம்ல ஏதோ கொஞ்சம் ஃபீல் இருக்கு. അതൊക്കെ വെറുതെ തോന്നുന്നതാ. ഞങ്ങള് തമ്മില് മല്ലി കരുതും പോലെ ഒന്നുമില്ല. உன் விஷயம் விடு. ஆனா அவ உள்ளிலே கண்டிப்பா ஏதாச்சும் ஒன்னு இருக்கு. அன்னைக்கு ஹாஸ்பிட்டல்ல டிஸ்சார்ஜ் பண்ண டைம்ல உங்க எக்ஸாம் விஷயத்திலே அவன் ரொம்ப டென்ஷனா இருந்தது. அது ஒரு ஃப்ரெண்ட்ஷிப்ல இருக்கிற டென்ஷன் மட்டும் இல்ல. இதயத்துல நின்று அந்த ஃபீல் வந்த காரணத்தால தான் அவன் கலாட்டா பண்ணிட்டாரு. ഏയ്, അങ്ങനെയൊന്നും ഇല്ലെന്നേ. ആ മല്ലി വാ, ഇറങ്ങാൻ സമയമായി. എന്തായി വിനയേട്ടന്റെ കാര്യം? ഡിസ്ചാർജ് ചെയ്തോ? ഇല്ല, നീ കേറ്. ചന്തു, നീ കാര്യം പറ ചന്തു.
ഇന്ന് ഡിസ്ചാർജ് ചെയ്യുമെന്ന് ഏട്ടത്തി പറഞ്ഞതാണല്ലോ. പറഞ്ഞു, പക്ഷെ പറ്റിയില്ല. നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല കാര്യങ്ങൾ. വിനയേട്ടൻ്റെ നില പഴയതിനേക്കാൾ മോശമായിരിക്കുക. എന്റെ ദൈവമേ, അപ്പൊ നീ അല്ലടാ നിന്നെ തിരിച്ചറിഞ്ഞു പേരെടുത്ത് വിളിച്ചു എന്നൊക്കെ പറഞ്ഞത്. എന്നിട്ടിപ്പോ പെട്ടെന്ന് എന്താ ഇങ്ങനെ ആവാൻ? എടി, അത് തന്നെ എൻ്റെ സംശയം. വൈദ്യര് പറഞ്ഞത് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പലർക്കും ഉണ്ടാവാറുണ്ടെന്നാ. പക്ഷെ എനിക്കതത്ര വിശ്വാസം വരുന്നില്ല. വിനയേട്ട എണീറ്റിരുന്നതും അവ്യക്തമായിട്ടാണെങ്കിലും എൻ്റെ പേരെടുത്ത് വിളിച്ചതും ഇപ്പോഴും എൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്നില്ല. എന്തോ സംഭവിച്ചിട്ടുണ്ട്, എനിക്ക് ഉറപ്പാ. നീ കയറ്. നിന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വേണം എനിക്ക് വീണ്ടും വൈദ്യശാലയിൽ പോവാൻ. വാ. എനിക്കൊരു വിവാഹ ജീവിതം ഉണ്ടെങ്കിൽ അത് നിന്റെ കൂടെ മാത്രമായിരിക്കും, ഉറപ്പാണ്. ഇതൊക്കെ പലതവണ നമ്മൾ പരസ്പരം പറഞ്ഞു പഴകിയ വാക്കുകളാ വിനയേട്ട. ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നത് എനിക്ക് വിനയേട്ടനെയും എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും വേണമെന്നാ. അതാ ഞാൻ. അത് രണ്ടും കൂടി നടക്കില്ല രോഹിണി, ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇനി 1-2 വർഷം കൂടി കാത്തിരുന്നാലേ എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ പറ്റൂ. അല്ലേ ഇതെന്തിരിപ്പോ എല്ലാരും ഇരിക്കുന്നേ? വിനയന്തിന്റെ അങ്ങ് ചത്തുപോയിട്ടൊന്നും ഇല്ലല്ലോ. ഉള്ള അസുഖം ഒത്തിരി കൂടി അസുഖം നാളെ നേരം വെളുക്കുമ്പോ കുറഞ്ഞോളും, അത്ര തന്നെ. ഓ, എവർക്കൊന്നും വിശപ്പ് കാണത്തില്ലടി. സങ്കടം കൊണ്ട് വയറ് നിറഞ്ഞിരിക്കുക. നീ വാ, നമുക്ക് നമ്മുടെ ജോലി അങ്ങ് തീർത്തു വെക്കാം. അവർക്ക് വിശക്കുമ്പോ അവരോ കഴിച്ചോളും. വാ. ഈ വീടിന് എന്താ പറ്റിയത്? എല്ലാ സൗഭാഗ്യങ്ങളും പടിയോളം വന്നിട്ടില്ലാതാവുന്നു. കഴുത്തോളം വന്നിട്ടാ വിമലയ്ക്ക് താലി നഷ്ടമായത്. വിസ്മയ കോടികൾ കണ്ടെത്തിയിട്ടും വിനയന്റെ വീഴ്ച വേറെ. ഇപ്പോഴാ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് വീട്ടിൽ കൊണ്ടുവരാമെന്നായപ്പോ വെട്ടിയിട്ട വാഴത്തട പോലെ വീണ്ടും വയ്യായ്മ. എന്തിനാ ദൈവങ്ങളെ ഞങ്ങൾക്ക് മാത്രം ഈ വിധി? ഒരു കാരുണ്യവും കാണിക്കുന്നില്ലല്ലോ. അതെ, എത്ര സന്തോഷത്തോടെ ഇരിക്കേണ്ട വീടാ ഇത്. ഇപ്പൊ മരണ വീട് പോലെയായി. ഇനിയും എന്തൊക്കെ കണ്ടിട്ട് വേണം ഈ ജീവനങ്ങ് പോവാനെന്നാ ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ പദം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. വന്നു കയറുന്നവരുടെ ഭാഗ്യം പോലെ ഇരിക്കും കുടുംബത്തിന്റെ ഗതി. അങ്ങനെയൊന്നും പറയാതെ വീണേ. ഇതൊക്കെ ആരെങ്കിലും കരുതിക്കൂട്ടി ഉണ്ടാക്കുന്നതാണോ? ഒക്കെ ഒരു യോഗം, അത്ര തന്നെ. എന്ത് യോഗം? അതൊക്കെ വെറുതെ. അല്ലെങ്കിൽ മുത്തച്ഛൻ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഏട്ടത്തി ഈ വീട്ടിൽ കാലെടുത്ത് കുത്തുന്നവരെ എത്ര സന്തോഷത്തോടെ കഴിഞ്ഞതാ നമ്മള്. എന്ന് ഏട്ടത്തി ഇവിടെ കാലെടുത്ത് കുത്തിയോ അന്ന് തന്നെ വിനയേട്ടൻ അറസ്റ്റിലായി. പിന്നെ എന്തൊക്കെയാ ഉണ്ടായതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. മതി, നിർത്ത. വിനയൻ ബാധ്യത ഉണ്ടാക്കി വെച്ചത് ഇവള് കാരണമാണോ? നീ എന്തൊക്കെയാ പറയുന്നത്?
അവള് പറയുന്നതാണോ തെറ്റ്? രോഹിണി കയറി വരുന്നതിന് മുൻപും കടബാധ്യത ഉണ്ടായിരുന്നു, സമ്മതിച്ചു. പക്ഷേ അറസ്റ്റ് വരെ എത്തുന്ന പ്രശ്നമായതേ രോഹിണിയുടെ രാശിക്കേട് തന്നെയാ. അല്ലെങ്കിൽ പിന്നെ അന്നേ ദിവസം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ? ഇന്നേ വരെ അവർക്ക് ഒന്നിച്ച് കഴിയാൻ പോലും പറ്റാത്തത് ആരുടെ കുറ്റമാ? നമ്മൾ എന്തേലും ചെയ്തിട്ടാണോ? അതെ, അതാ വല്യേച്ചി ഞാനും പറഞ്ഞത്. മതി, നിർത്ത ഈ സംസാരം. നിങ്ങൾ പറയുന്നത് കേട്ടാ തോന്നുമല്ലോ രോഹിണി ഇവിടെ വലിഞ്ഞു കയറി വന്നതാണെന്ന്. ആർക്കാ സംശയം? വലിഞ്ഞു കയറി വന്നത് തന്നെയാ. വിനേട്ടൻ പാവായതുകൊണ്ടേ ചിരിച്ചു മയക്കിയതാ. ഒടുവിൽ ഗർഭിണിയാണെന്നും പറഞ്ഞ് ഏട്ടനെ ചതിച്ചു തന്നെയാ മരുമകളെ ഇവിളി പടി കയറി വന്നത്. വായിൽ തോന്നുന്നത് പറയരുത്. ഞാൻ ആരെയും ചതിച്ചിട്ടൊന്നുമില്ല. ചതിച്ചു. നീ വിനേട്ടനെ ഈ കുടുംബത്തെയും ചതിച്ചു എന്ന് പറഞ്ഞതേ നിന്റെ സ്വന്തം ബന്ധുക്കൾ തന്നെയാ. വേണമെങ്കിൽ പോയി നിന്റെ അമ്മാവനോട് അമ്മായിയോട് ചോദിച്ചു നോക്ക്. നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അവകാശത്തെ പറ്റി അവർക്ക് പോലും സംശയമുണ്ട്. പിന്നെ ഇവിടെ ബാക്കിയുള്ളവർക്ക്. വിമലേ, മതി നിന്റെയൊക്കെ ദുഷ്ടവിചാരങ്ങള്. എന്താ കാണിക്കണേ? സത്യം പറ, നിങ്ങൾ പറഞ്ഞോ എന്റെ വയറ്റിൽ വളരുന്ന കുട്ടി വിനേട്ടന്റെ നല്ലെന്ന്? ചോദിച്ചത് കേട്ടില്ലേ? പറഞ്ഞു. ഞങ്ങൾ അങ്ങനെയൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. ആരാ മോളെ ഈ നോണയൊക്കെ പറഞ്ഞത്? തള്ളെ കള്ളം പറയരുത്. നിങ്ങളല്ലേ എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞത് ഇവളുടെ വയറ്റിലുള്ളത് അലക്സിയുടെ കൊച്ചാണെന്ന്? ഞാൻ അങ്ങനെയൊന്നും ആരോടും പറഞ്ഞിട്ടേ ഇല്ല. കള്ളം തന്നെ പറയുന്നു. അയ്യോ വല്യേച്ചി, നിർത്തണോ തന്നെ തോന്നിയ ദിവസം? മുത്തശ്ശ, ഇവരെ ഇന്ന് തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിടാം. അതിനു മുമ്പ് എനിക്ക് വിമലയോട് ചിലത് പറയാനുണ്ട്. എന്റെ വയറ്റിലെ കുഞ്ഞിന് വേണ്ടി ഞാൻ ഈ പഠിക്കൽ ഗർഭസത്യാഗ്രഹത്തിനൊന്നും വന്നില്ലല്ലോ. ഗർഭിണിയായിട്ടാണ് ഞാൻ ഈ പടി കയറിയതെങ്കിൽ അത് തന്റെ സ്വന്തം കുഞ്ഞാണെന്ന് വിനേട്ടന് ഉത്തമ ബോധ്യം ഉണ്ടായിട്ട് തന്നെയാ എന്നെ ഈ പടി കയറ്റിയത്. ഒരുമിച്ച് ജീവിക്കുന്നതിന് മുൻപ് ഞങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പരസ്പരം സമ്മതിച്ച് അംഗീകരിച്ചതാ അത്. അതല്ലാതെ നിന്നെ പോലെ രഹസ്യ കല്യാണം നടത്തി ആരും അറിയാതെ രണ്ടിടത്തായി കഴിയേണ്ട ഗതികേടൊന്നും ഞാൻ വരുത്തിയിട്ടില്ല. നല്ല അന്തസ്സായി ഭർത്താവിന്റെ കൈ പിടിച്ച് തല ഉയർത്തി തന്നെയാ ഞാനിവിടെ കയറി വന്നത്. രഹസ്യ കല്യാണോ? നീ ആരെ കുറിച്ചാ മോളെ ഈ പറയുന്നേ? എന്ത് രഹസ്യ കല്യാണം? എവിടെ വെച്ച്? ചോദിച്ചു നോക്കു മുത്തശ്ശി, ഇവിടുത്തെ മൂത്ത മോളോട്. ഇവള് പറഞ്ഞു തരും ആരാരുമായിട്ട് എന്ത് എവിടെ എങ്ങനെയെന്നൊക്കെ. പച്ചക്കള്ളം. സ്വന്തം തെറ്റ് കണ്ടുപിടിച്ചെന്ന് ഉറപ്പായപ്പോഴേ എന്റെ നേരെ പഴി പറയാ അവള്. ഞാൻ ഒരു പഴിയും കള്ളവും പറഞ്ഞിട്ടില്ല. എന്റെ ബോധ്യം ഞാൻ പറഞ്ഞത്. അത് തെളിയിക്കാനും ഞാൻ തയ്യാറാ. അത് സൂപ്പർ. ആരെ വേണമെങ്കിലും വെറുതെ അങ്ങ് കുറ്റപ്പെടുത്താൻ ആർക്കും പറ്റും. വിമലേച്ചിയുടെ കല്യാണം പബ്ലിക്കായി മുടങ്ങിയത് നമ്മുടെ എല്ലാം മുന്നിൽ വെച്ച് തന്നെയല്ലേ? ഏട്ടത്തെയും കൂടി അതിനൊരു കാരണമായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരു രഹസ്യമല്ല. അന്ന് ആ കെട്ട് നടന്നിട്ടുമില്ല. അത് കഴിഞ്ഞ് മറ്റൊരു രഹസ്യ കല്യാണം നടന്നെങ്കിൽ ഏട്ടത്തെ തെളിവ് കാണിക്കണം. അല്ലാതെ വെറുതെ വൈരാഗ്യം തീർക്കാനായിട്ട് ഓരോന്ന് വിളിച്ചു പറയരുത്. ശരി, കാണിച്ചു തരാം ഞാൻ തെളിവ് എന്താണെന്ന്. എങ്കിൽ കാണിക്കും മോളെ. എന്താ സത്യാവസ്ഥ എന്ന് ഞങ്ങളും ഒന്ന് അറിയട്ടെ.
എന്താ ഏട്ടത്തി, തെളിവൊന്നും കിട്ടിയില്ലേ ഇതുവരെ? അതോ ഒക്കെ ആവിയായി പോയോ ഇതിനിടയില്? അത് അത് പിന്നെ സത്യമായിട്ട് ഞാനിവിടെ വെച്ചതാ ഇവരുടെ കല്യാണ ഫോട്ടോ. മതിയാക്കടി നിന്റെ അധിക പ്രസംഗം. വാ ഇങ്ങോട്ട്, ഇങ്ങോട്ട് ഇറങ്ങാൻ. നടക്ക്. കടക്കടി പെരിങ്കള്ളി പുറത്ത്. മുത്തശ്ശൻ മിണ്ടരുത്. ഒരു തെളിവും കയ്യിലില്ലാതെ എന്നെ കള്ളിയാക്കാൻ ശ്രമിച്ചപ്പോഴേ നിങ്ങളൊക്കെ ഇവിടെ കേട്ട് നിന്നല്ലേ ഉള്ളൂ. ഇനി അങ്ങനെ തന്നെ നിന്നാ മതി. ഈ എണ്ണം കിട്ടവൾ ഇനി ഈ വീട്ടിൽ വേണ്ട. കടക്കടി പുറത്ത് പോവാൻ. പറഞ്ഞു മനസ്സിലാവില്ലേ? ഇവളീ പടി കിടന്ന നമ്മുടെ കാര്യം പോക്കാം. അന്ന് പറഞ്ഞ കള്ളം നമ്മളെ തന്നെ തിരിഞ്ഞു കുത്തിന്നാ തോന്നണേ. വാ നമുക്ക് നോക്കാം. പോകാനാ പറഞ്ഞേ. എന്താ ഇത്? എന്ത് പറ്റി ഏട്ടത്തി? ആരും എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ പറയാം. എന്തോ ഒന്നും രണ്ടും പറഞ്ഞപ്പോ വിമലേച്ചി രഹസ്യ കല്യാണം നടത്തിയവളാണെന്ന് പറഞ്ഞു ഈ രോഹിണിയടത്തി. ഒപ്പം തെളിവ് തരാമെന്ന് പറഞ്ഞ് ഏട്ടത്തി കുറെ തെരഞ്ഞു. എന്ത് തെളിവ്? ഒന്നും കിട്ടിയില്ല. എന്നെ കള്ളിയാക്കിയ ഇവളിനി എന്നോടൊപ്പം ഈ വീട്ടിൽ വേണ്ടെന്നാ തീരുമാനം. എന്നങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞാലോ വിമലേച്ചി? അതിന് വിമലേച്ചി മാത്രം ഒറ്റയ്ക്ക് തീരുമാനം എടുത്ത പോരല്ലോ. വിനയേട്ടൻ ഈ വീട്ടിലേക്ക് താലി കെട്ടി കൈ പിടിച്ചു കയറ്റിയതാ ഈ ഏട്ടത്തിയെ. അപ്പൊ പിന്നെ വിനയേട്ടൻ സ്വബോധത്തോടെ എഴുന്നേറ്റ് വരുന്നത് വരെ ഈ ഏട്ടത്തി ഇവിടെ ഉണ്ടായാലേ പറ്റൂ. പ്രത്യേകിച്ച് ഗർഭിണി ആയതുകൊണ്ട്. പിന്നെ ഞാനിത് പറയാൻ വേറൊരു കാരണം കൂടിയുണ്ട്. ഏട്ടത്തി എന്തെങ്കിലും ഒന്ന് വെറുതെ പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. തെളിവില്ലെന്ന് കരുതി കണ്ണടച്ച് വിടുന്നുമില്ല ഇത്. സത്യം എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ മുന്നിൽ വരും. അതുവരെ വയറ്റിക്കണ്ണിയായ ഈ ഏട്ടത്തി എന്റെ മുറിയിലുണ്ടാവും. എനിക്കാണെങ്കിൽ വരുന്ന ഒരാഴ്ച മെഡിക്കൽ ക്യാമ്പുണ്ട്. പോകാൻ നേരം ആ മുറി ഒഴിവാ. എടുത്തി വാ. വരാൻ